കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കട കണ്ടത്. അപ്പോൾ വിചാരിച്ച കുറച്ച് ചൈനീസോ അല്ലെങ്കിൽ ബിരിയാണിയോ വാങ്ങിക്കാമെന്ന്. കാരണം ഞങ്ങൾക്കൊരു ട്രെയിൻ യാത്ര ചെയ്യണമായിരുന്നു. അപ്പം രാത്രിയിലത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബിരിയാണി അല്ലെങ്കിൽ ചൈനീസ് വാങ്ങിച്ചത്. ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. 8 പേർക്ക് വേണ്ടിയുള്ള ചൈനീസും, ചിലർക്ക് ചൈനീസ്, ചിലർക്ക് ബിരിയാണിയൊക്കെ ആയിരുന്നു വേണ്ടത്. അതുകൊണ്ട് ആ രീതിയിൽ ഓർഡർ ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും. വല്ലപ്പോഴും ഒക്കെ അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇവിടുത്തെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പം നമുക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ല. നമ്മൾ ഹോട്ടലിൽ ചെന്നാലും ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. ഉള്ളിലെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലല്ലോ. നമുക്ക് പുറത്ത് ഭക്ഷണം കൊണ്ടുവരുന്നു, നമ്മൾ കഴിക്കുന്നില്ല. പക്ഷേ ഇത് റോഡ് സൈഡിലുള്ള ഒരു ചൈനീസ് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയാണ്. കുഴപ്പമില്ലായിരുന്നു. അധികം ടേസ്റ്റൊന്നും ഇല്ലായിരുന്നെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. ഇത് വാങ്ങിച്ചു. നിങ്ങളിതുപോലൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ കൂടുതലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അതിൽ നിന്ന് കഴിക്കാൻ തോന്നത്തില്ല. കാരണം അവരുടെ എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടും വൃത്തിയില്ലാതൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പം തന്നെ എണ്ണ മറ്റൊരു ചീനച്ചട്ടി അതിലേക്ക് ഒഴിച്ചത്. അതിനകത്ത് ചിക്കൻ വറുക്കാനാണ് അത് ആ എണ്ണ വെച്ചിരിക്കുന്നത്. ഞങ്ങളൊരു ചിക്കൻ കാല് പറഞ്ഞു, അത് അതിനകത്തിട്ട് വറുത്താണ് ഞങ്ങൾക്ക് തന്നത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പം അത്രയും വൃത്തിയൊന്നും നമുക്കുണ്ടാക്കില്ല. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നല്ല വൃത്തിയാക്കി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് വരത്തില്ല. മറ്റുള്ളവർ ഉണ്ടാക്കി തരുമ്പോൾ അത് വലിയ ടേസ്റ്റാണ്. നമുക്ക് കുറച്ചുകൂടി കഴിക്കാൻ തോന്നും. അതുകൊണ്ട് നമ്മളെപ്പോഴും പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ വാങ്ങിച്ച് കഴിക്കുക. അത്യാവശ്യം ഘട്ടങ്ങളിൽ ഇതുപോലെ പുറത്തുനിന്ന് കഴിക്കുക മാത്രം ചെയ്യുക. കാരണം ഇതിനകത്ത് ഒത്തിരി കെമിക്കലൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അവരെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഫുഡ് കളറാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞു ഇത് വെളുത്തിരിക്കും. കുട്ടികൾ ഈ ചൈനീസൊക്കെ കഴിക്കുമ്പോൾ വെള്ള കളറിലായാൽ അധികം കഴിക്കത്തില്ല. അതേസമയം അവർക്ക് ഇച്ചിരി കളറൊക്കെ ചേർത്ത് നല്ല റെഡ് കളറിൻ്റെ ആകുമ്പോൾ അവർ നല്ലവണ്ണം കഴിക്കും. പക്ഷേ അത് കെമിക്കലല്ലേ, അതും അധികം ചേർക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഞാൻ അല്പം ഫുഡ് കളർ ചേർക്കാൻ പറഞ്ഞാൽ അവരത് ചേർത്തത്. എന്താണെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ വാങ്ങിച്ച് പകുതി പേർക്ക് ചൈനീസും പകുതി പേർക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ ആയിട്ടാണ് വാങ്ങിച്ചത്. ഞങ്ങൾക്കുള്ളതാണെന്ന് തോന്നുന്നു അവർ പാക്ക് ചെയ്തെന്ന്. ഞങ്ങൾക്കുള്ളത് തന്നെ അവർ പാക്ക് ചെയ്തു. പിന്നെ ട്രെയിനിൽ കഴിക്കാൻ 8 ദിവസം ഞങ്ങൾക്ക് മുംബൈയിൽ നിന്ന് ഈ എംപിയിലേക്ക് വരാൻ 12 മണിക്കൂർ മതി. അതുകൊണ്ട് രാത്രിയിലത്തെ ഭക്ഷണം മാത്രം മതി. രാവിലെ നമ്മളത് സ്ഥലത്ത് എത്തിച്ചേരും, റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. അതുകൊണ്ട് ഒറ്റ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് കിട്ടാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ എടുത്ത വിശേഷങ്ങളുമായിട്ട് പിന്നെയും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ ഓക്കെ.